വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് പറയുന്നത്. ഇത് വൈഡായിട്ട് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ വളരെ വൈഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നോക്കാം, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു 3. ഈ ഒരു ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയർ. സെമാൻറ്റിക് മീൻസ് ഇറ്റ്സ് റിലേറ്റഡ് ടു മീനിങ്. അപ്പോൾ സെമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയർ ഈ ഒരു ഭാഷയുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയതാണ് ഫസ്റ്റ് ബാരിയർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയർ. സൊസൈറ്റിയുമായിട്ടും സൈക്കോളജിക്കൽ മീൻസ് പേഴ്സണൽ. അപ്പോൾ സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് സൊസൈറ്റിയുമായിട്ടും അതുപോലെ തന്നെ പേഴ്സണലായിട്ടും ഒക്കെ വരുന്ന ബാരിയേഴ്സ് ആണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ക്രോസ് കൾച്ചറൽ ബാരിയർ. ഇറ്റ് ഈസ് കൾച്ചറൽ ബാരിയേഴ്സ്, കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നോക്കാം, സെമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയർ, അതായത് ഈ ഒരു ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബാരിയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇതൊരു ഫ്ലോ ചാർട്ടാണ്. ഇതിലെ ഓരോ പോയിന്റ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പോയിന്റ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സെമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയർ, അതിനകത്ത് വരുന്നത് ആംബിഗിറ്റി ഇൻ എക്സ്പ്രഷൻ. ആംബിഗിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. തെറ്റിദ്ധാരണകൾ, അതായത് എക്സ്പ്രഷൻസിൽ വരുന്ന തെറ്റിദ്ധാരണകൾ. ദെൻ ഹോമോഫോൺസ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോണ്ടെക്സ്ച്വൽ മീനിങ്, സ്ട്രെസ് ആൻഡ് ഇൻറ്റോണേഷൻ, വേർഡ് ഷിഫ്റ്റ്, സ്റ്റൈല്, രജിസ്റ്റർ, ജാഗൺ ആൻഡ് ആക്രോണിംസ്, ഇതൊക്കെ എന്താണ് എന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നതാണ് ദ അറ്റൻഷൻ സ്പാൻ ഓഫ് ദ ലിസണറുടെ അറ്റൻഷൻ സ്പാൻ. ദെൻ ലാഫ്റ്റർ ഓർ ഹ്യൂമർ, എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് ആൻഡ് ദ റോങ് മീഡിയം, പേഴ്സണൽ ബയാസ് ആൻഡ് സ്ട്രോങ് ഫീലിംഗ്സ്, സെലക്ടിവിറ്റി, സിനിസിസം ആൻഡ് നെഗറ്റിവിറ്റി, പെർസീവ്ഡ് ബെനഫിറ്റ്സ്. ദെൻ ലാസ്റ്റ് ക്രോസ് കൾച്ചറൽ ബാരിയർ ആണ്. വേരിയേഷൻ എമംഗ് ദ കൾച്ചേഴ്സ് ഇൻ ദ മീനിങ്സ് അറ്റാച്ച്ഡ് ടു ജെസ്റ്റേഴ്സ്, സിംബൽസ് ഓർ ബോഡി ലാംഗ്വേജ്. ഈ ഒരു പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രോസ് കൾച്ചറൽ ബാരിയർ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഈ യൂണിറ്റിൽ തന്നെ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ക്രോസ് കൾച്ചറൽ ബാരിയർ എന്താണെന്ന് പറഞ്ഞാൽ വേരിയേഷൻ എമംഗ് ദ കൾച്ചേഴ്സ് ഇൻ ദ മീനിങ് അറ്റാച്ച്ഡ് ടു ജെസ്റ്റേഴ്സ്, സിംബൽസ് ഓർ ബോഡി ലാംഗ്വേജ്. ഓരോ കൾച്ചറിനും അനുസരിച്ചിട്ട് ജെസ്റ്റേഴ്സ്, സിംബൽസ്, ബോഡി ലാംഗ്വേജ് ഇതിലൊക്കെ എന്തുണ്ട്, ഡിഫറൻസ് വരാറുണ്ട്. നമ്മൾ ഹാൻഡ് ജെസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ് മൂവ്മെൻറ്റ് ഓഫ് ദി ഹെഡ്, അതൊക്കെ എന്താണ് ഓരോ കൾച്ചറിനകത്തും. ഇപ്പോൾ നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിൽ വരുന്ന ജെസ്റ്റേഴ്സ് എന്താണ് വേറൊരു കൾച്ചറിൽ പോയാൽ അതിന് മീനിങ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് ക്രോസ് കൾച്ചറൽ ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പിക്സ്, ഈ ഒരു സെമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയറും സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയറും ഈ പോയിന്റ്സ് എന്താണെന്ന് ഇപ്പോൾ നമ്മൾ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇത് ഓരോ പോയിന്റും നമുക്ക് എന്താണ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. Next, we are going to discuss semantic and linguistic barrier. Semantic means it's related to meaning. ഒരു മീനിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ് semantic. And linguistic means the barriers or barriers related with the language. ലാംഗ്വേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാരിയേഴ്സ് ആണ് linguistic എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സബ് പോയിന്റ്സ് നമ്മൾ ഫ്ലോ ചാർട്ടിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഫസ്റ്റ് സബ് പോയിന്റ് ആണ് എന്ത്, ആംബിഗ്വിറ്റി ഇൻ എക്സ്പ്രഷൻ. ആംബിഗ്വിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റിദ്ധാരണകളാണ്. എക്സ്പ്രഷൻസിൽ വരുന്ന തെറ്റിദ്ധാരണകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംബിഗ്വിറ്റീസ് ഇൻ എക്സ്പ്രഷൻ. അപ്പോൾ അത് നോക്കാം. എവറി ലാംഗ്വേജ് ഹാസ് വേർഡ്സ് ദാറ്റ് സൗണ്ട് ദ സെയിം ബട്ട് ഡിഫറെൻറ്റ് മീനിങ്. എല്ലാ ലാംഗ്വേജിലും എന്തുണ്ട്, ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന പക്ഷേ ഡിഫറെൻറ്റ് മീനിങ് ഉള്ള ഒരുപാട് വേർഡ്സ് എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. അപ്പോൾ അത് എന്ത് ഉണ്ടാക്കാറുണ്ട്, ആംബിഗ്വിറ്റീസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ബാങ്ക്. ബാങ്ക് എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ എന്ത് പറയാറുണ്ട്, ബാങ്ക് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ എഡ്ജ് ഓഫ് എ റിവർ, ഒരു റിവറിൻ്റെ നദീതീരത്തിനും നമ്മൾ എന്ത് തന്നെയാണ് പറയുന്നത്, ബാങ്ക് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷനും സ്പെല്ലിങ്ങും സെയിം ആണ്. പക്ഷേ അത് ഓരോ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അതിൻ്റെ മീനിങ് വ്യത്യാസപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക്
ഇംഗ്ലീഷിൽ കാണാം. അതുപോലെ തന്നെയാണ് പ്യൂപ്പിൾ. പ്യൂപ്പിൾ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് എന്ത് പറയാറുണ്ട്? പ്യൂപ്പിൾ എന്ന് പറയാറുണ്ട്. അതുപോലെ ബ്ലാക്ക് പാർട്ട് ഓഫ് ദ ഐ, നമ്മുടെ കണ്ണിലെ കറുപ്പ് ഭാഗത്തിനും എന്താണ് പറയുന്നത്? പ്യൂപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് എക്സാമ്പിൾസ് അല്ലെങ്കിൽ വേർഡ്സ് വിത്ത് സെയിം സൗണ്ട് ബട്ട് ഡിഫറെൻറ്റ് മീനിങ് നമുക്ക് ഇംഗ്ലീഷിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതെന്താണ്? ഒരു ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യൻ്റ് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സെയിം വേർഡ് ഡിഫറെൻറ്റ് മീനിങ് ആയിട്ട് വരുമ്പോൾ എന്താണ്? അയാൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഒരു എക്സാമ്പിൾ, ഒരു കോണ്ടെക്സ്റ്റ്, ഒരു സാഹചര്യം കൊടുത്തിട്ടുണ്ട്. ദേ ക്യാൻ ഫിഷ് ഹിയർ. ഇതിൻ്റെ മീനിങ് എന്താണ്? ദേ ക്യാൻ ഫിഷ് ഹിയർ. ഇതിന് രണ്ട് മീനിങ്, രണ്ട് ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് നൽകാൻ സാധിക്കും. അപ്പോൾ ദേ ക്യാൻ ഫിഷ് ഹിയർ എന്ന് പറയുമ്പോൾ അതിലെ ഫസ്റ്റ് മീനിങ് എന്ന് പറയുന്നത് ദേ ആർ പെർമിറ്റഡ് ടു ഫിഷ് ഹിയർ. നമ്മളൊക്കെ അത് പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അവർക്ക് ഇവിടെ മീൻ പിടിക്കാം അല്ലേ? ദേ ക്യാൻ ഫിഷ് ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്ക് മീൻ പിടിക്കാം. അത് തന്നെയാണ് ഫസ്റ്റ് മീനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദേ ആർ പെർമിറ്റഡ് ടു ഫിഷ് ഹിയർ. അവർക്ക് ഇവിടെ മീൻ പിടിക്കാൻ അനുവാദമുണ്ട്. സെക്കൻഡ് മീനിങ് ഉണ്ട്. അതെന്താണ്? ദേ പുട്ട് ഫിഷ് ഇൻ ടു ക്യാൻസ് ഹിയർ ഫോർ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ്, ഇപ്പം നമ്മൾ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയാലല്ലേ, അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് കോണ്ടെക്സ്റ്റിൽ ഈ ഒരു സെൻറ്റൻസിന് മറ്റൊരു മീനിങ് ആണുള്ളത്. ദേ പുട്ട് ഫിഷ് ഇൻ ടു ക്യാൻസ് ഹിയർ. അവർക്ക് ഇവിടെ എന്താണ്? ഇവിടെ വെച്ച് ഫിഷിനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവരിവിടെ വെച്ചിട്ടാണ് ഫിഷിനെ ക്യാനിൽ ഇടുന്നത്, അല്ലെങ്കിൽ ആ ഒരു മീനിൻ്റെ ആ ഒരു ഫിഷ് ആക്കി വെക്കുന്ന ആ ഒരു ക്യാൻ. അപ്പോൾ അതിൽ ഇവർ മീനിടുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിന് രണ്ട് കോണ്ടെക്സ്റ്റുകളാണ്, രണ്ട് സാഹചര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്യാൻ എന്ന് പറയുന്ന ഈ ഒരു വേർഡാണ് എന്തായിട്ട് രണ്ട് മീനിങ്ങുകളിലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യൻ്റ് അല്ല എങ്കിൽ എന്താണ്? ഇത് ഇംഗ്ലീഷ്, നമ്മുടെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഭാഗം പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യൻ്റ് അല്ലാത്ത ഒരാൾക്ക് ഇത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. ഇനി നെക്സ്റ്റ് നോക്കുക, ഹോമോഫോൺസ്. ഹോമോഫോൺസ് എന്താണ്? വേർഡ്സ് ദാറ്റ് ആർ പ്രൊനൗൺസ്ഡ് സിമിലർലി ബട്ട് ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ് ആൻഡ് സ്പെല്ലിംഗ്. അതായത് ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന വാക്കുകൾ, പക്ഷേ അതിന് ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മീനിങ്സ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. സെയിം സ്പെല്ലിംഗ് സെയിം പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, പക്ഷേ അതിനെന്താണ്? ഡിഫറെൻറ്റ് മീനിങ്ങും ഡിഫറെൻറ്റ് സ്പെല്ലിംഗ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഹോമോഫോൺസ് എന്ന് പറയുമ്പോൾ സെയിം പ്രൊനൗൺസിയേഷൻ ആണ്, സ്പെല്ലിങ്ങുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മീനിങ്ങിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോഫോൺസ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? സി. ഈ സി എന്താണ്? കാണുക എന്നുള്ളതാണ്. ഇതെന്താണ്? കടലാണ്. വീക്ക് എന്താണ്? ആഴ്ച എന്നുള്ള വീക്ക് ഉണ്ട്, അതുപോലെ തന്നെ ക്ഷീണിതനായ എന്നുള്ള വീക്ക് ഉണ്ട്. ഐ ഞാൻ എന്നുള്ള ഐ ഉണ്ട്, അതുപോലെ തന്നെ കണ്ണ് എന്നുള്ള മീനിങ്ങിലും ഐ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ എന്താണ്? ഒന്നോ രണ്ടോ സ്പെല്ലിങ്ങുകളിലെ വ്യത്യാസമുള്ളൂ. ഇത് പക്ഷേ പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരുപോലെയാണ് അല്ലേ? കണ്ണ് എന്നുള്ള ഐയും ഞാൻ എന്നുള്ള ഐയും പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരുപോലെയാണ്. അത് നമ്മൾ ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മളത് മനസ്സിലാക്കുക. അപ്പോൾ ഐ ആം കമ്മിങ് ഫ്രം മൈ ഹോം എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ളതാണ് അവിടെ മീനിങ് വരിക എന്നുള്ളത് നമ്മൾ എന്താണ്? ആ കോണ്ടെക്സ്റ്റ് എന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ എ പ്രൊഫഷണൽ ലിസണർ ക്യാൻ ഈസിലി മേക്ക് ഔട്ട് ദ മീനിങ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. അതായത് ഈ ഒരു നല്ലൊരു ലിസണർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ്? ആ കോണ്ടെക്സ്റ്റിൽ നിന്നും, ആ സാഹചര്യത്തിൽ നിന്നും എന്താണ് അവർ മീൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ബട്ട് ഫോർ എ നോട്ട് സോ പ്രൊഫഷൻ ലിസണർ മേ ഹാവ് പ്രോബ്ലംസ്. ഒരു നല്ലൊരു പ്രൊഫഷൻ ലിസണർ അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഹോമോഫോൺസിൽ തെറ്റിദ്ധാരണകൾ, കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ആംബിഗ്യൂറ്റി എക്സ്പ്രഷൻസിൽ വരുന്നത് എന്താണ്? ഡിഫറെൻറ്റ് മീനിങ് ആണ്, പക്ഷേ ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ്സ് ആളുകൾക്ക് എന്തുണ്ടാക്കും? കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. പിന്നെ ഹോമോഫോൺസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഹോമോഫോൺസ് എന്താണ്? പ്രൊനൗൺസ്ഡ് സിമിലർലി, ഒരേപോലെ സെയിം പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, പക്ഷേ മീനിങ്ങിലും സ്പെല്ലിങ്ങിലും വ്യത്യാസം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ബാരിയർ ആണ് കോണ്ടെക്സ്ച്വൽ മീനിങ്. അതായത് കോണ്ടെക്സ്ച്വൽ മീനിങ് എന്ന് പറയുമ്പോൾ ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട്, സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മീനിങ്സിൽ വ്യത്യാസം വരാറുണ്ട്. നോക്കാം. മച്ച് ഓഫ് ദ മീനിങ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് മീനിങ്സ് ഓരോ വേർഡിനും
വരുന്നത്. അതിന് ടെക്സ്റ്റിലെ എക്സാമ്പിൾ നോക്കാം. 51 പേജ് നമ്പർ 51 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് റാം ദ ഡോർ ഈസ് ഓപ്പൺ എന്ന് പറയുന്നുണ്ട്. റാം ദ ഡോർ ഈസ് ഓപ്പൺ അത് പറയുമ്പോൾ നമുക്ക് എന്താണ്, അതിന് ഒരുപാട് കോണ്ടെക്സ്റ്റൽ മീനിങ്സ് നമുക്ക് കൊടുക്കാം. അതിൽ ഒന്ന് നോക്കുക. റാം കമ്മിൻ, റാം ദ ഡോർ ഈസ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്, റാം നിനക്ക് അകത്തേക്ക് വരാം എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റൽ മീനിങ് ഉണ്ട്. ദെൻ നോക്കാം, റാം ക്ലോസ് ദ ഡോർ, എന്താണ് ആ ഡോർ ഓപ്പൺ ആണ്, അതൊന്ന് ക്ലോസ് ചെയ്യൂ എന്ന് നമുക്ക് മറ്റൊരു മീനിങ് ആണ്. ദെൻ റാം ബി കെയർഫുൾ, ആ ഡോർ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്, നടന്നു വരുമ്പോൾ ശ്രദ്ധിക്കണം. ദെൻ റാം വി ആർ ഓപ്പൺ ഫോർ ഡിസ്കഷൻ, അതായത് റാം ദ ഡോർ ഈസ് ഓപ്പൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡിസ്കഷൻ നടത്താം എന്ന് അതിനൊരു ഹിഡൻ മീനിങ് ഉണ്ട്. ദെൻ റാം യു ക്യാൻ ലീവ്, ദ ഡോർ ഈസ് ഓപ്പൺ എന്ന് പറയുമ്പോൾ എന്താണ്, നിനക്ക് പുറത്ത് പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കോണ്ടെക്സ്റ്റൽ മീനിങ് ഒരേ സെൻറ്റൻസിന് ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് എന്താണ് മീനിങ്ങിലെ ഷിഫ്റ്റ് വരാറുണ്ട്. ദെൻ സ്ട്രെസ് ആൻഡ് ഇൻറ്റോണേഷൻ, സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്, എംഫസിസ് വി ഗിവൺ ടു എ വേർഡ് ഓർ എ സിലബിൾ, നമ്മൾ ഒരു വേർഡിനോ അല്ലെങ്കിൽ ഒരു സിലബിളിനോ കൊടുക്കുന്ന എംഫസിസിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, സ്ട്രെസ് ഓൺ എ പെർട്ടിക്കുലർ സിലബിൾ ഇൻ എ വേർഡ്, ഒരു വേർഡിലെ പെർട്ടിക്കുലർ സിലബിൾ അല്ലെങ്കിൽ വേർഡ് ഇൻ എ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിലെ ഒരു പെർട്ടിക്കുലർ വേർഡിന് നമ്മൾ എംഫസിസ് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ക്യാൻ ചേഞ്ച് ദ മീനിങ്, അതിന് മീനിങ്ങിൽ ഡിഫറൻസ് വരുത്താൻ സാധിക്കും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എംഫസിസ് വി ഗിവൺ ടു എ വേർഡ് ഓർ എ സിലബിൾ, ഒരു വേർഡിനോ ഒരു സിലബിളിനോ നമ്മൾ കൊടുക്കുന്ന എംഫസിസിനെയാണ് എന്ത് പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കാം, വേർഡിലുള്ള എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എന്താണ്, റെക്കോർഡ് അല്ലേ, റെക്കോർഡ് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾക്കറിയാം. അപ്പോൾ റെക്കോർഡ് നൗൺ ആയിട്ടും വേർബ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു അപ്പോസ്ട്രഫി അതിനാണ് നമ്മൾ സ്ട്രെസ് ഇങ്ങനെയാണ് നമ്മൾ എഴുതുമ്പോൾ റിട്ടൺ ലാംഗ്വേജിൽ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സിലബിളിന്, റെക്കോർഡിലെ ഈ ഫസ്റ്റ് സിലബിളിന് നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ അതെന്തായിട്ട് മാറും, ഒരു നൗൺ ആയിട്ട് മാറുന്നുണ്ട്. ദെൻ സെക്കൻഡ് സിലബിളിന്, ഇവിടെ കോഡ് എന്ന് പറയുന്ന സെക്കൻഡ് സിലബിളിന് നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ അത് വേർബായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം, അഡ്രസ്. അഡ്രസ് എന്ന് പറയുമ്പോൾ രണ്ട് മീനിങ് ഉണ്ട് അല്ലേ, ഒന്ന് ലൊക്കേഷൻ എന്നുള്ള മീനിങ്, നമ്മൾ നമ്മളുടെ അഡ്രസ്സ് കൊടുക്കാറുണ്ട്. ദെൻ ടു സ്പീക്ക്, ടു അഡ്രസ് സംവൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളോട് സംസാരിക്കുക എന്നുള്ള മീനിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സെയിം സ്പെല്ലിംഗ് ആണ് ഇതിനൊക്കെ, അതുപോലെ തന്നെ സെയിം പ്രൊനൗൺസിയേഷൻ ആണ്, പക്ഷെ പ്രൊനൗൺസിയേഷനിൽ സ്ട്രെസ് വ്യത്യാസം വരുന്നുണ്ട്. അഡ്രസ്സിലെ ഫസ്റ്റ് സിലബിളിന് നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ അത് ലൊക്കേഷൻ ആണ്. അഡ്രസ്സിലെ സെക്കൻഡ് സിലബിളിനാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്, ടു സ്പീക്ക് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ സ്ട്രെസ്സിൽ എന്താണ്, സ്ട്രെസ്സിൽ ഷിഫ്റ്റ് വരുന്ന സമയത്ത് മീനിങ്സിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിന് ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ദേ സ്റ്റോൾ ദ ഫ്രൂട്ട് ഫ്രം ദ ഗാർഡൻ, അത് ഓരോ വേർഡിന്, ആ ഒരു സെൻറ്റൻസിലെ ഓരോ വേർഡിനും ഷിഫ്റ്റായി എന്താണ് ആ ഒരു സ്ട്രെസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നോക്കുക, they stole the fruit from the garden. They stole the fruit from the garden. അതിലെ ഫസ്റ്റ് സെന്റൻസിൽ എന്താണ്, ഈ സ്റ്റോളിനാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, സ്ട്രെസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ they stole the fruit from the garden, they stole the fruit from the garden എന്ന് പറയുമ്പോഴെന്താണ്, അവര് നമ്മളുടെ ഗാർഡനിൽ നിന്നും ആ ഫ്രൂട്ട് മോഷ്ടിച്ചു. അപ്പോൾ ഇവിടെ മോഷ്ടിച്ചതിനാണ് നമുക്ക് പ്രശ്നം, അല്ലാതെ നമ്മളെ ഗാർഡനിൽ കയറിയതിനോ അവരത് ചെയ്തതിനോ നമുക്ക് പ്രശ്നമില്ല. ദെൻ സെക്കൻഡ് സെന്റൻസിൽ എന്താണ്, they stole the fruit from the garden, അതായത് അവര് നമ്മുടെ ഗാർഡനിൽ നിന്നും ആ ഫ്രൂട്ട് മോഷ്ടിച്ചു. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് പ്രശ്നം വരുന്നത്, ആ ഫ്രൂട്ട് മോഷ്ടിച്ചതാണ് പ്രശ്നം, അല്ലാതെ എന്താണ് പിന്നെ ആ ഫ്രൂട്ട് പോയതാണ് പ്രശ്നം. അവർ മോഷ്ടിച്ചത് നമുക്ക് പ്രശ്നമില്ല, ഗാർഡനിൽ അതിക്രമിച്ച് കയറിയത് പ്രശ്നമില്ല, അവർ മോഷ്ടിച്ചതൊന്നും നമുക്ക് പ്രശ്നമില്ല, ആ ഫ്രൂട്ടാണ് നമുക്ക് അവിടെ പ്രശ്നം വരുന്നത്. പിന്നെ തേർഡ് സെന്റൻസിൽ എന്താണ്, സ്ട്രെസ് കൊടുക്കുന്നത് ഗാർഡനിലാണ്.
അപ്പൊ അവർ ആ ഗാർഡനിൽ നിന്നും എന്ത് ചെയ്തു? മോഷ്ടിച്ചു. അപ്പൊ അവിടെ വേറൊന്നും പ്രശ്നം വരുന്നില്ല. അവര് ചെയ്തതോ മോഷ്ടിച്ചതോ അല്ലെങ്കിൽ ഫ്രൂട്ട് പോയതോ ഒന്നുമല്ല പ്രശ്നം. ആ ഗാർഡനിൽ അവർ അതിക്രമിച്ച് കയറി. അതാണ് നമുക്ക് സങ്കടം. ദെൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഏതാണ്? ദേക്കാണ് അല്ലെ? ആ ഒരു സെന്റൻസിൽ ദേ എന്നുള്ള ഈ ഒരു വേർഡിനാണ് സ്ട്രെസ് കൊടുക്കുന്നത്. അപ്പോ ദേ, അവര് മോഷ്ടിച്ചതാണ് നമുക്ക് പ്രശ്നം, അല്ലാതെ എന്താണ് വേറെ ഒരു പ്രശ്നം നമുക്കില്ല. അപ്പൊ നമ്മൾ പറയാറുണ്ട് എന്നാലും അവരത് നമ്മളോട് ചെയ്തു അല്ലെങ്കിൽ അവൻ അത് എന്നോട് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ അതാണ് അവിടെ പ്രശ്നം. അപ്പോൾ ഒരു സെയിം സെന്റൻസ് ആണ്, പക്ഷെ ഓരോ വേർഡിനും നമ്മൾ സ്ട്രെസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ മീനിങ് വ്യത്യാസം വരാറുണ്ട്. ഇനി നോക്കാം ഇൻടോണേഷൻ. ഇൻടോണേഷൻ എന്താണ്? ഇൻടോണേഷൻ ക്യാൻ കൺവേ എ മീനിങ് ദാറ്റ്സ് നോട്ട് സെഡ്. അതായത് ഇൻടോണേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മ്യൂസിക് ഓഫ് ലാംഗ്വേജ് അല്ലെ? ഒരു ലാംഗ്വേജിന്റെ മ്യൂസിക്, അതായത് റൈസിങ് ട്യൂണും അതുപോലെ ഫാളിങ് ട്യൂണും ഒക്കെ വരുന്നതിനെയാണ് നമ്മൾ ഇൻടോണേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻടോണേഷൻ ക്യാൻ കൺവേ എ മീനിങ് ദാറ്റ്സ് നോട്ട് സെഡ്. നമ്മൾ പറയാത്ത ഒരു കാര്യം അല്ലെങ്കിൽ പറയാത്ത ഒരു ഡബിൾ മീനിങ്, നമ്മൾ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും അതിലെ മീനിങ് മനസ്സിലാക്കാൻ എന്തിലൂടെ സാധിക്കും? ഇൻടോണേഷനിലൂടെ സാധിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ നോക്കാം. ഹീസ് ക്വൈറ്റ് ഗുഡ് ബട്ട്. ഇവിടെ ഹീസ് ക്വൈറ്റ് ഗുഡ് എന്ന് നമ്മൾ ഈ ഗുഡിന് എന്താണ് നമ്മൾ ഫാളിങ് ഇൻടോണേഷനിൽ കൊടുക്കും. പിന്നെ നമ്മൾ ഈ ബട്ടിന് എന്താണ് ഈ ഗുഡിന് റൈസിങ് ഇൻടോണേഷനിൽ കൊടുക്കും. പിന്നീട് ഈ ബട്ടിന് എന്താണ് നമ്മൾ ഫാളിങ് ഇൻടോണേഷനിൽ കൊടുക്കുമ്പോഴെന്താണ് അവിടെ ഒരു നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. ഹീസ് ക്വൈറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ അവിടെ റൈസിങ് ഇൻടോണേഷൻ ആണ് വരുന്നത്. ബട്ട് നമ്മൾ എന്താണ് ഫാളിങ് ട്യൂണിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് അവൻ കുഴപ്പമില്ല, പക്ഷേ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ എന്തോന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ഒരു നെഗറ്റീവ് മീനിങ് ആണ് അവിടെ കൺവേ ചെയ്യുന്നത്. ഇവിടെ അയാൾ മോശമാണ് എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ആ ഒരു ബട്ട് എന്താണ് ഫാളിങ് ട്യൂൺ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്? അവിടെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രെസ്സും ഇൻടോണേഷനും ഒക്കെ എന്താണ് ഒരു വേർഡിൽ ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന ആൾക്ക് എന്തറിയില്ല? ഈ ഒരു സ്ട്രെസ് അതുപോലെ തന്നെ ഇൻടോണേഷൻ ഒന്നും അറിയില്ല. അപ്പോൾ ഒരാൾക്ക് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് ലൊക്കേഷൻ എന്നുള്ള മീനിങ് മാത്രമേ വരുന്നുള്ളൂ. അയാൾ ലൊക്കേഷൻ എന്നുള്ള മീനിങ്, അതുപോലെ തന്നെ അയാൾ സംസാരിക്കുമ്പോൾ എന്താണ് പിന്നെ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒരേപോലെ അയാൾ സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഒരേപോലെ സ്ട്രെസ് എല്ലാ വേർഡിനും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നൗൺ ആണോ വേർബ് ആണോ എന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ഈ ഒരു ഇൻടോണേഷൻസ്, അതുപോലെ തന്നെ ഈ ഒരു സിലബിളിന് വരുന്ന ഇൻടോണേഷൻസ്, അതുപോലെ തന്നെ സ്ട്രെസ്സൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. അത് കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയർ ആയിട്ട് മാറാറുണ്ട്. ദ ലാസ്റ്റ് two semantic and linguistic barriers are style, register, jargon and acronyms. Okay, first we shall discuss what style. Then style should be appropriate to the occasion. ഓരോ ഒക്കേഷൻ അനുസരിച്ചിട്ടും നമുക്ക് എന്തുണ്ടായിരിക്കണം? കമ്മ്യൂണിക്കേഷനിൽ ഓരോ സ്റ്റൈലുകൾ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കണം. അതായത് സ്റ്റൈൽസ് ആർ ഇൻ ടു ടൈപ്സ് സ്റ്റൈൽസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ഇൻഫോർമൽ സ്റ്റൈലും മറ്റേത് ഫോർമൽ സ്റ്റൈലുമാണ്. അപ്പോൾ ഇൻഫോർമൽ സ്റ്റൈൽ വേണ്ടിയിടത്ത് നമ്മൾ ഫോർമൽ സ്റ്റൈൽ ഉപയോഗിച്ചാൽ എന്താണ് അത് ഒരു ഫണ്ണായിട്ട് മാറാറുണ്ട്. നോക്കാം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടു സ്റ്റൈൽസ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഫോർമൽ സ്റ്റൈലിനെയും ഇൻഫോർമൽ സ്റ്റൈലിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ദെൻ the language of a speaker should vary according to the role he is playing. അതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഒരാളുടെ റോളിനനുസരിച്ചിട്ട് സൊസൈറ്റിയിൽ അയാൾക്ക് എന്ത് റോളാണ് ഉള്ളതെങ്കിൽ അതിനനുസരിച്ചിട്ട് അയാൾക്ക് എന്തുണ്ടായിരിക്കണം? അയാളുടെ ലാംഗ്വേജിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഒരു പൊളിറ്റീഷ്യൻ്റെ ലാംഗ്വേജ് അല്ല ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഒരു ടീച്ചറുടെ ലാംഗ്വേജ് ആയിരിക്കില്ല ഒരു അഡ്വക്കേറ്റിൻ്റെ ലാംഗ്വേജ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ റോളിനനുസരിച്ചിട്ടും എന്തുണ്ട്? ഒരാളുടെ ലാംഗ്വേജിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം വരുന്നതിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഫോർമൽ സ്റ്റൈലും ഇൻഫോർമൽ സ്റ്റൈലും ഉണ്ട്. അത് ഒക്കേഷൻ അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതിന് ആണ് കമ്മ്യൂണിക്കേഷനിൽ പ്രാധാന്യം വരുന്നത്. ഓരോ സൊസൈറ്റിയിലും ഓരോരുത്തർക്കുമുള്ള റോളിനനുസരിച്ചിട്ടും എന്തുണ്ട്? അവർക്ക്
ഈ ഒരു ലാംഗ്വേജിൽ വ്യത്യാസം വരുന്നുണ്ട്. ദെൻ നോക്കുക, രജിസ്റ്റർ, ജാർഗൺ ആൻഡ് അക്രോണിംസ്. ഇതൊക്കെ എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ജാർഗൺ, വേർഡ്സ് സ്പെസിഫിക് ടു എ ഡിപ്പാർട്ട്മെന്റ്, ഫീൽഡ് ഓർ പ്രൊഫഷൻ. ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ഫീൽഡിലൊക്കെ പ്രത്യേകമായിട്ട് പറയുന്ന വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്, ജാർഗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെഡിക്കൽ ജാർഗൺസ് ഉണ്ടായിരിക്കും, ലീഗൽ ജാർഗൺസ് ഉണ്ടായിരിക്കും, സ്പോർട്സ് ജാർഗൺസ് ഉണ്ടായിരിക്കും. അതായത് മെഡിക്കൽ ഫീൽഡിൽ പറയുന്ന പ്രത്യേക ടേംസ് ഉണ്ടായിരിക്കും, അത് മറ്റൊരു ഫീൽഡിലും പറയേണ്ടതായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ലീഗൽ ജാർഗൺ, ഈ ഒരു ലീഗലി പറയുന്ന ചില വേർഡ്സ് അത് മറ്റൊരു ഫീൽഡിലും നമ്മൾ ഉപയോഗിക്കാറില്ല. സ്പോർട്സിൽ പറയുന്ന ചില ടേംസ് നമ്മൾ മറ്റൊരു ഫീൽഡിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഓരോ ഫീൽഡിനും ഓരോ പ്രൊഫഷനിലും വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സിനെയാണ് എന്ത് പറയുന്നത്, ജാർഗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേംസ് അറിയാത്ത ഒരാൾക്ക്, മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് എന്താണ് മെഡിക്കൽ ജാർഗൺസ് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഒരു സ്പോർട്സ് ഫീൽഡിലുള്ള ഒരാൾക്ക് എന്താണ്, അയാൾക്ക് ലീഗൽ ജാർഗൺസ് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത്തരത്തിൽ ജാർഗൺസ് എന്താണ്, ദേ ബിക്കം എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. ദെൻ ലാസ്റ്റ് നോക്കുക, അക്രോണിംസ്. വാട്ട്സ് അക്രോണിംസ്? വേർഡ്സ് ഫോംഡ് ഫ്രം ദ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് അതർ വേർഡ്സ്. മറ്റ് വേർഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്രോണിംസ് എന്ന് പറയുന്നത്. അക്രോണിംസും അബ്രിവിയേഷൻസും ഒരുപോലെയാണ്, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ അക്രോണിംസിന് ഉദാഹരണമാണ് റാം, പിൻ. ഇതൊക്കെ എന്താണ്, റാം എന്താണ്, റാൻഡം ആക്സസ് മെമ്മറി അല്ലേ. അപ്പോൾ ഇവിടെ റാൻഡമിലെ ആറും ആക്സസിലെ എയും മെമ്മറിയിലെ എമ്മും ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് എഴുതുന്നത്, റാം എന്ന് എഴുതുന്നത്. ദെൻ പിൻ, പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിലെ പേഴ്സണലിലെ പിയും ഐഡൻറ്റിഫിക്കേഷനിലെ ഐയും നമ്പറിലെ എന്നും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണല്ലേ നമ്മൾ KSRTC, KCB എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഈ ഒരു അക്രോണിംസും അബ്രിവിയേഷൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അക്രോണിംസ് നമുക്കൊരു വേർഡായിട്ട് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു RAM എന്നല്ല നമ്മൾ പറയുന്നത്, എന്താണ്, റാം എന്ന് നമ്മൾ ഒരു വേർഡായിട്ട് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PIN എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല, നമ്മൾ അതെന്താ പറയുന്നത്, പിൻ എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് KSRTC എന്നോ KCB എന്നോ ഇത് നമുക്ക് എന്താണ് ഒരു വേർഡായിട്ട് വായിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോൾ അതെന്തായിട്ട് മാറും, അബ്രിവിയേഷൻസ് ആയിട്ട് മാറും. ഇതും ഈ അബ്രിവിയേഷൻസും എന്താണ്, ഇതുപോലെ തന്നെയാണ് അല്ലേ. വേർഡ് ഫോംഡ് ഫ്രം ദ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് അതർ വേർഡ്സ്. മറ്റുള്ള വേർഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അബ്രിവിയേഷൻസും നമ്മൾ എഴുതുന്നത്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അബ്രിവിയേഷൻസും അക്രോണിംസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ അബ്രിവിയേഷൻസ് നമുക്ക് ഒരു വേർഡായിട്ട് വായിക്കാൻ സാധിക്കും, പക്ഷേ അബ്രിവിയേഷൻസ് നമുക്കതിന് സാധിക്കാറില്ല. അപ്പോൾ ഇത്രയുമാണ് എന്തിൽ വരുന്നത്, സെമാൻറ്റിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയറിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്, ദ അറ്റൻഷൻ സ്പാൻ ഓഫ് ദ ലിസണറുടെ അറ്റൻഷൻ സ്പാൻ ആണ്. അതായത് ഒരാളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുമ്പോൾ മാക്സിമം ഇറ്റ്സ് 20 മിനിറ്റ്സ്. ഒരാളുടെ മാക്സിമം അറ്റൻഷൻ സ്പാൻ 20 മിനിറ്റ്സ് ആണ്. അതിൽ കൂടുതൽ അയാളെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നോക്കാം, ദ ടോപ്പിക് ഷുഡ് നോട്ട് എക്സീഡ് ദ ഓഡിയൻസസ് പേഷ്യൻസ്. അപ്പോൾ ഒരാളുടെ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷമയാണ്. അപ്പോൾ അയാളുടെ പേഷ്യൻസിനെ എക്സീഡ് ചെയ്യുന്ന രീതിയിലുള്ള ടോപ്പിക് ആയിരിക്കരുത് എന്തിന്, ഈ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ദെൻ ഇൻ സ്പീക്കിംഗ് ബ്രെവിറ്റി ഈസ് എസെൻഷ്യൽ. ബ്രെവിറ്റി മീൻസ് സ്പീക്കിങ്ങിലാവുമ്പോൾ ദ എസെൻസ്, ആ ഒരു എന്താണോ ടോപ്പിക്ക് അതിൻ്റെ എസെൻസ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് ആ ഒരു ടോപ്പിക്കിനെ വാരി വലിച്ച് പറയുക എന്നുള്ളതല്ല. അയാളുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം, അതിൻ്റെ എസെൻസ് മാത്രമാണ് നമ്മൾ പറയേണ്ടതായിട്ടുള്ളത്. പിന്നെ എന്താണ്, റൈറ്റിങ്ങിൽ മെസ്സേജ് ഷുഡ് ബി ഷോർട്ട്. റിട്ടൺ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ എന്താണ്, ആ ഒരു മെസ്സേജ് വളരെ ഷോർട്ടായിരിക്കണം. അപ്പോൾ സ്പോക്കൺ ആണെങ്കിലും റിട്ടൺ ആണെങ്കിലും എന്താണ്, ബ്രെവിറ്റി ഉണ്ടായിരിക്കണം. അതായത് ആ ഒരു എസെൻസ് ആയിരിക്കണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ നമ്മൾ ആ ഒരു മെസ്സേജ് എപ്പോഴും ഷോർട്ടായിരിക്കാൻ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, ലോഫ്റ്റർ ദ ബെസ്റ്റ് മെഡിസിൻ. ലോഫ്റ്റർ,
ഒക്കേഷണൽ ജോക്സ് മേക്സ് ടോക്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ചില ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. അപ്പോൾ അതെന്താണ്, അവർ എപ്പോഴും ജോക്സ് യൂസ് ചെയ്യാറുണ്ട്, ഒക്കേഷണൽ ജോക്സ്. അവർ വളരെ ഫണ്ണി ആയിരിക്കും. അപ്പോൾ എന്ത് ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്കാണെങ്കിലും എന്താണ്, അവർ വളരെ ജോക്കിലൂടെയൊക്കെ പറയുമ്പോൾ നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. നോക്കാം, ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ്സ് ക്യാൻ ബി കൺവേഡ് ത്രൂ ഹ്യൂമർ. അപ്പോൾ ചില ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ അല്ലേ, ഇപ്പം നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചില ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ എന്താണ്, വളരെ നമുക്ക് എൻജോയിങ് ആയിട്ട് തോന്നും. കാരണം എന്താണ്, അവർ ജോക്സ് ഉപയോഗിക്കും അല്ലേ. ക്ലാസ്സിൽ എന്തെങ്കിലും കോൺസെപ്റ്റ്സ് ഒക്കെ പറയുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ജോക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ചില കോൺസെപ്റ്റൊക്കെ നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺസെപ്റ്റുകൾ പോലും ഹ്യൂമറിലൂടെ അവതരിപ്പിക്കുമ്പോൾ, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴെന്താണ്, അത് കേൾക്കുന്ന ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയും പിന്നെ എന്താണ്, അവരുടെ ആ ഒരു അറ്റൻഷൻ സ്പാന് അപ്പോൾ കുറച്ചുകൂടെ ഉണ്ടാവും. ദെൻ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് ആൻഡ് റോങ് മീഡിയം. എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നോക്കുക. നോയ്സ് ഫ്രം ദ സറൗണ്ടിങ്സ്. നമ്മൾ ബാരിയേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നോയ്സ് ഫ്രം ദ സറൗണ്ടിങ്സ്, റിസീവറുടെയും സ്പീക്കറുടെയും സറൗണ്ടിങ്സിൽ എൻവയോൺമെൻറ്റ്സിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസസ് ആണ്. പിന്നെ എന്താണ്, മെക്കാനിക്കൽ ഫെയിലിയേഴ്സ്. മെക്കാനിക്കൽ ഫെയിലിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ അല്ലേ, റേഞ്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതെന്താണ്, മെക്കാനിക്കൽ ഫെയിലിയേഴ്സ് ആണ്. പിന്നെ നോക്കുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വിത്തൗട്ട് വിഷ്വൽസ് ലൈക്ക് ഡയഗ്രാംസ് വുഡ് ബി ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ചില കാര്യങ്ങൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റയൊക്കെ എന്താണ്, നമ്മൾ ഡയഗ്രാംസ് ഒന്നും യൂസ് ചെയ്യാണ്ടെയാണ് പറയുന്നതെങ്കിൽ അതെന്താണ്, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മെമ്മറൈസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ഒരു ബാർ ഡയഗ്രാമും പൈ ഡയഗ്രാമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമ്മൾ വൈഡായിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് എന്താണ്, ആ ഒരു ഡയഗ്രാം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡയഗ്രാം അതിനെ സപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴെന്താണ്, അത് കൂടുതൽ കൺവിൻസിങ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ദെൻ നെക്സ്റ്റ് നോക്കുക, പേഴ്സണൽ ബയാസ് ആൻഡ് സ്ട്രോങ് ഫീലിങ്സ്. പീപ്പിൾ ഹാവിങ് സ്ട്രോങ് ഫീലിങ്സ് അബൌട്ട് എ സർട്ടൻ ടോപ്പിക്സ് ക്ലൗഡ് ദ മെസ്സേജ്. അപ്പോൾ ചില ആളുകൾ ഉണ്ടായിരിക്കും, ചില ടോപ്പിക്സിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ അവർ വല്ലാണ്ട് ഇമോഷണലായിട്ട് മാറാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്താണ്, ആ ഒരു മെസ്സേജ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇമോഷണൽ ആയിട്ടുള്ളൊരു ടോപ്പിക് ആണെങ്കിൽ നമ്മൾ എന്താണ്, ഇറ്റ് ക്ലൗഡ് ദ മെസ്സേജ്. ക്ലൗഡ് ദ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു മെസ്സേജ് പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ആ ഒരു ഇമോഷൻസ് നമ്മളെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്നും എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കാം, സിനിസിസം ആൻഡ് നെഗറ്റിവിറ്റി. സിനിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും എന്തിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ആ ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിനിസിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സിനിസിസം ആൻഡ് നെഗറ്റിവിറ്റി. സിനിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാത്തിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിനിസിസം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. Cynicism or negative person is not open for new ideas. സിനിസിസ് ആയിട്ടുള്ള അതുപോലെ തന്നെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉള്ള ആളുകൾ എന്താണ്, ദ നെവർ ആക്സെപ്റ്റ് ന്യൂ ഐഡിയാസ്. അവരൊരിക്കലും പുതിയ ഐഡിയകൾ ആക്സെപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ അതും അങ്ങനെ നോക്കുമ്പോഴെന്താണ്, പുതിയ ഐഡിയകൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല. അവരതിലെപ്പോഴും കുറ്റങ്ങൾ, നെഗറ്റീവ്സ് കണ്ടുപിടിക്കും. അപ്പോൾ അവരുമായിട്ട് നമുക്ക് അത്തരത്തിൽ ന്യൂ ഐഡിയാസ് എന്ത് ചെയ്യാൻ കഴിയില്ല, എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ദെൻ നോക്കുക, സെലക്ടിവിറ്റി. ഐ സീ ഓൺലി വാട്ട് ഐ വാണ്ട് ടു സീ ആറ്റിറ്റ്യൂഡ്. ചില ആളുകൾ അങ്ങനെയാണ് അല്ലേ. ഞാൻ എന്ത് കാണണം എന്ന്, എനിക്ക് എന്താണ് വേണ്ടത് അതേ ഞാൻ കാണൂ, അല്ലെങ്കിൽ എനിക്ക് എന്താണ് വേണ്ടത് അതേ ഞാൻ മനസ്സിലാക്കൂ. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും കാണില്ല, മനസ്സിലാക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് എന്ത് പറയുന്നത്, സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സെലക്റ്റീവ് ആയിരിക്കും. അവർ കാണുന്ന കാര്യങ്ങളിലും കേൾക്കുന്ന കാര്യങ്ങളിലും ഒക്കെ എന്താണ്, സെലക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് സാധ്യമല്ല. അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷേ അവർ മറ്റൊരു രീതിയിലാണ് അതെന്ത് ചെയ്യുന്നത്, ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആ പറയുന്ന ഒരു മീനിങ്ങിലല്ല അവരത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ആ ഒരു സെലക്ടിവിറ്റി കമ്മ്യൂണിക്കേഷനിൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. നമ്മൾ സ്പീക്കർ എന്താണ് ചിന്തിക്കുന്നത്, ആൾക്ക് കാര്യം മനസ്സിലായി എന്നുള്ളതാണ് സ്പീക്കർ ചിന്തിക്കുക. പക്ഷേ അവരുടെ ഒരു മെൻറ്റാലിറ്റി എന്താണ്, അവരുടെ ആ ഒരു കണ്ണിലൂടെ മാത്രമേ അവരെന്ത് കാണുന്നുള്ളൂ, എന്തും കമ്മ്യൂണിക്കേഷനെ കാണുന്നുള്ളൂ. ദെൻ നോക്കുക, പെർസീവ്ഡ് ബെനിഫിറ്റ്സ്. എൻഷുർ ദാറ്റ് ദ ടോപ്പിക് ഓഫ് ടോക്ക് ഈസ് ഓഫ് സം റെലവൻസ് ടു ദ ഓഡിയൻസ്. ഓഡിയൻസിന്
റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ ആ ഒരു ഓഡിയൻസിന് റെലവൻ്റ് അല്ല, അല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ടോപ്പിക്ക് അവരുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ, അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എന്താണ്, അവർ അത് ശ്രദ്ധിക്കില്ല അല്ലേ. അവരുമായിട്ട് എന്തെങ്കിലും ആ ഒരു ഓഡിയൻസുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് അവർ ആ ഒരു മീറ്റിങ്ങിൽ അവരുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുകയുള്ളൂ, അവരുടെ മറുപടികൾ നമുക്ക്, അവരുടെ ഒപ്പീനിയൻസ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അവർക്ക് ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങൾ, അവരുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് എന്തിൽ വരുന്നത്, സോഷ്യോ സൈക്കോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നത്. ഇതോടുകൂടിയിട്ട് നമ്മളുടെ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്, അത് വലിയൊരു ടോപ്പിക്കാണ്. അത് നന്നായിട്ട് നോക്കി വയ്ക്കുക. ആ ഒരു അതിൻ്റെ 3 കാറ്റഗറൈസേഷനും അതിൽ വരുന്ന സബ് പോയിൻറ്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനും നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇനി നമ്മൾ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, ചെറിയ ടോപ്പിക്കാണ്, നമുക്കൊക്കെ അറിയാവുന്ന ടോപ്പിക്കാണ്. അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ദ 6 WHs ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ നോക്കുക എന്തൊക്കെയാണ് ദ 6 WHs ഓഫ് കമ്മ്യൂണിക്കേഷൻ. നോക്കുക, വൈ ആം ഐ കമ്മ്യൂണിക്കേറ്റിംഗ്, എന്തിനാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 6 WHs അറിയപ്പെടുന്നത് ഗോൾഡൻ കീ ടു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവാൻ ഉള്ള ഗോൾഡൻ കീ ആയിട്ടാണ് എന്തറിയപ്പെടുന്നത്, ഈ 6 WHs അറിയപ്പെടുന്നത്. അപ്പോൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, മാക്സിമം നമ്മൾ ഈ 6 ക്വസ്റ്റ്യൻസിന് ആൻസർ ആവാൻ, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഈ 6 ക്വസ്റ്റ്യൻസിന് ആൻസർ ആവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ 6 ക്വസ്റ്റ്യൻസ് നോക്കുക. വൈ ആം ഐ കമ്മ്യൂണിക്കേറ്റിംഗ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വൈ ആം ഐ കമ്മ്യൂണിക്കേറ്റിംഗ്, എന്തിനാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം. നോക്കുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിത്ത് ഹൂം ആം ഐ കമ്മ്യൂണിക്കേറ്റിംഗ്, ആരുമായിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മുന്നിലിരിക്കുന്ന ആരാണോ, നമ്മളുടെ മുന്നിലിരിക്കുന്ന റിസീവർ അല്ലെങ്കിൽ ലിസണർ എന്താണ്, ആരാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലേ. ഇപ്പം നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ ഏത് മോഡാണ് തിരഞ്ഞെടുക്കുന്നത്, ഇൻഫോർമൽ സ്റ്റൈലാണ് തിരഞ്ഞെടുക്കുന്നത്. മറിച്ച് നമ്മൾ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ പോയിട്ടാണെങ്കിൽ എന്താണ്, അവിടെ ഫോമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാണ് എന്ത് മനസ്സിലാക്കണം എന്ന് പറയുന്നത്, ഈ 6 ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഷുഡ് ഐ കമ്മ്യൂണിക്കേറ്റ്, ഞാൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതായത് വെർബൽ ആയിട്ടാണോ നോൺ വെർബൽ ആയിട്ടാണോ എന്നുള്ളത് അല്ലേ. വെർബൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടിടത്ത് നമ്മൾ നോൺ വെർബൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് എന്തിലൂടെ ഉദ്ദേശിക്കുന്നത്, ഹൗ ഷുഡ് ഐ കമ്മ്യൂണിക്കേറ്റ്, എങ്ങനെയാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് നോക്കുക, വാട്ട് ആം ഐ കമ്മ്യൂണിക്കേറ്റിംഗ്, ഞാൻ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട മെസ്സേജസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്താണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നറിഞ്ഞുകൊണ്ട് വേണം അതിൻ്റെ സ്റ്റൈല് അതുപോലെ തന്നെ അതിനുള്ള മീഡിയംസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ് നോക്കുക, വേർ ആം ഐ കമ്മ്യൂണിക്കേറ്റിംഗ്, ഞാൻ എവിടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫാമിലിക്ക് മുമ്പിലാണോ, ഞാനൊരു സൊസൈറ്റിക്ക് മുമ്പിലാണോ, അല്ലെങ്കിൽ വേറെ വലിയൊരു ഓഡിയൻസിന് മുന്നിലാണോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെൻ ആം ഐ കമ്മ്യൂണിക്കേറ്റിംഗ്, ഞാൻ എപ്പോഴാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ്, ഡേയിലാണോ നൈറ്റിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സീസണിലാണോ, അങ്ങനെ ആ ഒരു സമയത്തിന് എന്തിൽ പ്രാധാന്യമുണ്ട്, കമ്മ്യൂണിക്കേഷനിൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്താണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ദ 6 WHs ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ 6 WHs എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 6 ക്വസ്റ്റ്യൻസിന് ആൻസർ എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, ഈ ഒരു 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ബാരിയേഴ്സ് ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു 6 ക്വസ്റ്റ്യൻസിന് എന്തായിട്ടാണ് പറയുന്നത്, ഗോൾഡൻ കീ ടു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവാനുള്ള ഗോൾഡൻ കീസ് ആണ് ഇംഗ്ലീഷിൽ ഈ 6 WHsനെ പറയുന്നത്.
അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു യൂണിറ്റ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ ബാരിയേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, പിന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ബാരിയേഴ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടോപ്പിക്ക് ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.